ആദ്യ കഥാപാത്രം പേരിലുടകിപ്പോയ സിനിമാ താരങ്ങൾ. കുതിരവട്ടം പപ്പു. പത്മനാക്ഷൻ നായർ എന്ന കോഴിക്കോട്ടുകാരൻ തന്റെ ആദ്യ സിനിമയായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവീ നിലയത്തിലെ കുതിരവട്ടം പപ്പു എന്ന പേരിൽ പിൽക്കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെടാനായിരുന്നു പപ്പുവിന്റെ യോഗം. സിൽക്ക് സ്മിത. വിജയലക്ഷ്മി എന്ന ആന്ധ്രാക്കാരി സുന്ദരി സിനിമയിലെത്തിയപ്പോൾ ലഭിച്ച തമിഴിലെ ആദ്യ ചിത്രമായ വണ്ടിച്ചക്രത്തിൽ സിൽക്ക് എന്നൊരു ബാർ ഡാൻസറുടെ വേഷമായിരുന്നു സ്മിതയ്ക്ക്. അതിനുശേഷമാണ് സ്മിത സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സിലുക്ക് 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 എന്ന സിനിമയിലെ അഭിനയവും കൂടി ആയപ്പോൾ സിൽക്ക് എന്ന പേര് ഉറച്ചു. എന്നാൽ സ്മിത എന്ന പേര് മലയാളത്തിന്റെ സംഭാവനയാണ്. മലയാള സംവിധായകനായ ആന്റണി ഈസ്മാൻ തന്റെ ഇണയെ തേടി എന്ന ചിത്രത്തിൽ നായികാവേഷം നൽകിയപ്പോൾ ആന്റണി അവൾക്ക് വിജയലക്ഷ്മി എന്ന പേരു മാറ്റി സ്മിത എന്നു കൂടി ചേർത്തതോടെ സിൽക്ക് സ്മിത എന്ന പേര് സിനിമയുടെ മറക്കാനാവാത്ത പേരുകളിലൊന്നായി. മണിയൻപിള്ള രാജു. സിനിമാ മോഹവുമായി നടന്ന സുധീർ കുമാർ എന്ന ചെറുപ്പക്കാരനെ തേടി 1981 ഒരു നായക വേഷമെത്തി. അതും പാൻ ഇന്ത്യൻ നടൻ കമലഹാസൻ ചെയ്യാനിരുന്ന വേഷം. സംവിധാനം ചെയ്യുന്നതോ അക്കാലത്തെ ഹിറ്റ് സംവിധായകൻ ബാലചന്ദ്ര മേനോനും. മോഹിനിയാട്ടം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രത്തിൽ അപ്രധാന വേഷം മാത്രം ചെയ്തു പരിചയമുള്ള സുധീർ കുമാർ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിലെ നായകനായി. അതോടെ സുധീർ കുമാർ അബ്രപാളിയിലും ജീവിതത്തിലും മലയാളികളുടെ പ്രിയപ്പെട്ട മണിയൻപിള്ള രാജുവായി മാറി. ഭാമ. രേഖിത കുറുപ്പ് എന്ന കൗമാരക്കാരി ലോഹിതദാസിന്റെ നിവേദ്യം എന്ന ചിത്രത്തിൽ സത്യഭാമ എന്ന പേരിൽ കഥാപാത്രത്തെ ചെയ്തു അരങ്ങേറുകയും ആ പേരിലെ ഭാമ സ്വന്തം പേരായി കടമെടുക്കുകയും ഭാമക്കുറുപ്പ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. ഇടവേള ബാബു. അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇരിഞ്ഞാലക്കുടക്കാരൻ മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിൽ നായകനായതോടെ ഇടവേള ബാബുവായി മാറുകയായിരുന്നു. ഇടവേളകളില്ലാതെ മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിറഞ്ഞു നിന്ന ബാബുചന്ദ്രൻ ഇടവേള എന്നൊരു അടയാളം മാത്രം മതി മലയാളമുള്ളിടത്തൊക്കെ അറിയപ്പെടാൻ. ഞങ്ങൾ പറയാൻ മറന്ന പേരുകൾ കമന്റായി കൂട്ടിച്ചേർക്കുമല്ലോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.